എല്ലാവർക്കും നമസ്കാരം. ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും വിൻഡോസിലും ശബ്ദം ഉപയോഗിച്ച് മലയാളവും ഹിന്ദിയും വളരെ എളുപ്പത്തിൽ എങ്ങനെ ടൈപ്പ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. ക്രോം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചാണ് നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നത്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഓൾറെഡി ക്രോം ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഉബുണ്ടുവിൽ ക്രോമിയം അതുപോലെ തന്നെ ഫയർഫോക്സ് എന്നീ വെബ് ബ്രൗസറുകളാണ് കാണുന്നത്. എന്നാൽ ഒറിജിനൽ ക്രോം തന്നെ ഇതിനുവേണ്ടി നമുക്ക് ആദ്യ തവണ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഒറ്റ തവണയെ നമുക്കത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എങ്ങനെയാണ് ഉബുണ്ടുവിൽ ക്രോം ഇൻസ്റ്റാൾ ചെയ്യുക എന്നാണ് നമ്മൾ ആദ്യമായി കാണാൻ പോകുന്നത്. അതിനായി ഫയർഫോക്സ് ബ്രൗസർ തുറക്കുക. സെർച്ച് ബോക്സിൽ ഗൂഗിൾ ക്രോം എന്ന് ടൈപ്പ് ചെയ്യുക. എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ നമുക്കിവിടെ കാണാം. ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ക്രോം എന്ന് പറയുന്ന ബട്ടണിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഉബുണ്ടുവിന് പറ്റിയ ഡെബ് ഫയൽ അവിടെ ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയി വന്നതായി കാണാം. ആക്സെപ്റ്റ് ആൻഡ് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ വിത്ത് GW പാക്കേജ് ഇൻസ്റ്റാളർ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടായിരിക്കും. അത് തന്നെ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല. ഡൗൺലോഡിംഗ് പൂർത്തിയാകുന്നതോടുകൂടി സ്വയമേ തന്നെ നമ്മുടെ ക്രോം വെബ് ബ്രൗസർ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇൻസ്റ്റാൾ പാക്കേജ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സിസ്റ്റം പാസ്വേഡ് ചോദിക്കുന്നതാണ്. സിസ്റ്റം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒതൻറ്റിക്കേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇൻസ്റ്റലേഷൻ നടക്കുകയും കുറച്ച് സമയത്തിനകം ഇൻസ്റ്റലേഷൻ പൂർത്തിയാവുകയും ചെയ്യുന്നതായി കാണാം. ഇൻസ്റ്റലേഷൻ പൂർത്തീകരിക്കുകയാണ്. ക്ലോസ് ചെയ്യുക. നമ്മൾ തുറന്ന ഫയർഫോക്സ് ബ്രൗസറും ക്ലോസ് ചെയ്യുക. അഗെയിൻ ആപ്ലിക്കേഷൻ ഇൻ്റർനെറ്റ് പുതിയതായി ഗൂഗിൾ ക്രോം വന്നതായി നമുക്ക് കാണാം. ഗൂഗിൾ ക്രോം ക്ലിക്ക് ചെയ്യുക. സെർച്ച് ബട്ടണിൽ ഡിക്റ്റേഷൻ വോയിസ് ടൈപ്പിംഗ് എന്ന് ടൈപ്പ് ചെയ്യുക. ഡിക്റ്റേഷൻ വോയിസ് ടൈപ്പിംഗിൽ രണ്ടാമതായി സെർച്ചിൽ വന്ന dictation.io എന്ന ലിങ്ക് കാണാം. വോയിസ് ഡിക്റ്റേഷൻ ഓൺലൈൻ സ്പീച്ച് റെക്കഗ്നിഷൻ ക്ലിക്ക് ചെയ്യുക. ലോഞ്ച് ഡിക്റ്റേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഒരു വിൻഡോ തുറന്നു വന്നതായി കാണാം. വിൻഡോയിൽ താഴെയായി ഭാഷ സെലക്ട് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട്. ഭാഷ മലയാളം സെലക്ട് ചെയ്യുക. സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് സംസാരിക്കാവുന്നതാണ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന് മറ്റൊരു പ്രത്യേകത കുത്ത്, കോമ തുടങ്ങിയവ നമുക്ക് കൃത്യമായി സ്റ്റോപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു വാക്യത്തെ ഇവിടെ വെച്ച് തന്നെ ബോൾഡ് ചെയ്യുകയോ അണ്ടർലൈൻ ചെയ്യുകയോ എല്ലാം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതിനു പുറമെ കോപ്പി ചെയ്ത് ലിബ്രിയോഫീസ് റൈറ്റർ പോലുള്ള മറ്റ് സോഫ്റ്റ്വെയറുകളിൽ ഉപയോഗിക്കുന്നതിനുള്ള സൗകര്യവും നമുക്ക് ലഭ്യമാണ്. പേസ്റ്റ് ചെയ്യുന്നു. കൃത്യമായി ഫോണ്ടിൻ്റെ വലിപ്പം കൂട്ടുന്നതിനോ ഫോണ്ടിലെ വ്യത്യസ്തമായ ഫോണ്ടുകൾ ഉപയോഗിക്കുന്നതിനോ നമുക്ക് സാധിക്കുന്നതാണ്. ഇനി ഹിന്ദി അധ്യാപകരെ സംബന്ധിച്ച് ഹിന്ദി ഭാഷ ടൈപ്പ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട് എപ്പോഴും ഹിന്ദി അധ്യാപകർ പങ്കുവയ്ക്കാറുണ്ട്. ഇവിടെ ലാംഗ്വേജ് മലയാളം എന്നുള്ളത് മാറ്റി ഹിന്ദി സെലക്ട് ചെയ്യുക. അതിനുശേഷം സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഭാരത് ഹമാര ദേശ് ഹേ. ഇത്തരത്തിൽ ഹിന്ദി ഭാഷയെയും കോപ്പി ചെയ്ത് ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളിൽ റൈറ്റർ പോലുള്ള സോഫ്റ്റ്വെയറുകളിൽ പേസ്റ്റ് ചെയ്ത് ഇത്തരത്തിൽ വലുപ്പം മാറ്റുന്നതിനോ മറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനോ നമുക്ക് സാധിക്കുന്ന വളരെ എളുപ്പത്തിൽ ഉബുണ്ടുവിലും വിൻഡോസിലും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു
സൈറ്റാണ് dictation.io എന്ന് പറയുന്ന സ്പീച്ച് റെക്കഗ്നിഷൻ സൈറ്റ്. ഓക്കെ, താങ്ക് യു.